ബ്രിട്ടന്റെ സമ്പന്നമായ ക്രൈസ്തവ പൈതൃകം ഒരിക്കൽ പ്രദർശിപ്പിച്ചിരുന്ന അതിശയകരമായ വാസ്തുവിദ്യകൾ നിറഞ്ഞ ദേവാലയങ്ങൾ ഇന്ന് ജീർണാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചകൾ ഖേദകരമാണ്. പുറത്തുവന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദശാബ്ദത്തിൽ ബ്രിട്ടനിലെ 3000 മുതൽ 5000 ദേവാലയങ്ങൾ വരെ അടച്ചുപൂട്ടുകയോ കമ്മ്യൂണിറ്റി ഹാളുകളായോ നൈറ്റ് ക്ലബ്ബുകളായോ മുസ്ലിം മോസ്കുകളായോ മാറ്റപ്പെടുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ദേവാലയങ്ങളിലെ ജനങ്ങളുടെ സാന്നിധ്യത്തിലെയും പങ്കാളിത്തത്തിലെയും ഗണ്യമായ കുറവാണ് അടച്ചുപൂട്ടലുകളുടെയും വിൽപ്പനയുടെയും പ്രധാന കാരണം. ഈ പുണ്യപുരാതന ക്രൈസ്തവ പൈതൃകങ്ങൾ നിലനിൽക്കുന്ന ദേവാലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വലിയ തുകയുടെ അഭാവമാണ് മറ്റൊരു കാരണം. എന്നിരുന്നാലും ക്രൈസ്തവ രാജ്യമായിരുന്ന ബ്രിട്ടനിലെ ജനങ്ങളുടെ ജീവിതത്തിൽ നെടുന്തൂണുകളായി നിലനിന്നിരുന്ന ദേവാലയങ്ങൾ ഇപ്പോൾ ജനസാന്ദ്രത കുറയുന്നത് മൂലം നശിക്കപ്പെടുന്ന കാഴ്ചകൾ പേടിപ്പെടുത്തുന്നതാണ്. കർത്താവിന്റെ ആലയമായ ക്രൈസ്തവ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ ദേവാലയങ്ങളെ അടച്ചുപൂട്ടുകയും മുസ്ലിം മോസ്കുകളായോ കമ്മ്യൂണിറ്റി ഹാളുകളായോ നീന്തൽക്കുളങ്ങളായോ നൈറ്റ് ക്ലബ്ബുകളായോ മാറ്റുന്ന അവസ്ഥകൾ അപലപനീയമാണ്. 16,000-ലധികം ദേവാലയങ്ങളാൽ സമ്പന്നമാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ഇവയിൽ 12,500 രാജ്യത്തെ ഗ്രേഡ് 1 ലിസ്റ്റഡ് ദേവാലയങ്ങളാണ്. എന്നിരുന്നാലും 2021 സമീപകാല സെൻസസ് ഡാറ്റകൾ പ്രകാരം ഇംഗ്ലണ്ടിലും വെയിൽസിലും ക്രൈസ്തവർ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വസ്തുതയാണ് പുറത്തുവരുന്നത്. ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യമായി വാഴ്ത്തപ്പെട്ടിരുന്ന ബ്രിട്ടനിൽ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ 15% ഗണ്യമായ കുറവുണ്ടായി. പല ദേവാലയങ്ങളും മോസ്കുകളായി മാറ്റപ്പെട്ടു. 2024 സ്റ്റാറ്റ്ഫോർഡ്ഷയറിലെ ഹാൻലിയിലുള്ള ഉപയോഗശൂന്യമായ ഗ്രേഡ് 2 പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന സെന്റ് ജോൺസിലെ ജോർജിയ ദേവാലയം ഒരു മോസ്കായി മാറ്റുന്നത് തടയാൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇടപെട്ടിരുന്നു. 2009 ലീച്ച്ഫീൽഡ് രൂപത ദേവാലയം വിറ്റപ്പോൾ ഏർപ്പെടുത്തിയ ഒരു നിയമപരമായ വ്യവസ്ഥ ക്രിസ്തുമതം ഒഴികെയുള്ള മറ്റു മതങ്ങൾ ആരാധനയ്ക്കായി കെട്ടിടം ഉപയോഗിക്കുന്നത് തടയുന്നു എന്നതായിരുന്നു. എന്നിരുന്നാലും പല ദേവാലയങ്ങളും മോസ്കുകളായും നൈറ്റ് ക്ലബ്ബുകളായും മാറ്റപ്പെട്ടു കഴിഞ്ഞു. ഹെറിറ്റേജ് അറ്റ് റിസ്ക് രജിസ്റ്റർ ഓഫ് ഹിസ്റ്റോറിക് ഇംഗ്ലണ്ട് പ്രകാരം ലൗത്തിനും ഹോൺകാൻസലിനുമൊപ്പം സൗത്ത് പ്രോപ്ഷെയറിലാണ് കൂടുതൽ ദേവാലയങ്ങൾ അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഓരോ പ്രദേശത്തും 19-ലധികം ദേവാലയങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്നു. അടച്ചുപൂട്ടുകയും മറ്റു പലതുമായി മാറ്റപ്പെടുകയും ചെയ്ത ദേവാലയങ്ങളുടെ പട്ടിക ചെറുതല്ല. ഇവ നൽകുന്ന വലിയ മുന്നറിയിപ്പുകളുണ്ട്. വിശ്വാസം നഷ്ടമായ ഒരു തലമുറയുടെ വലിയ അധപതനത്തിന്റെ കാഴ്ചകൾ. ദേവാലയത്തിലെ വിശ്വാസികളുടെ അസാന്നിധ്യവും നവീകരണ പ്രവർത്തനങ്ങളുടെ വൻതുകയും മൂലം ഉപയോഗശൂന്യമായോ വിനോദ പ്രവർത്തനങ്ങൾക്കായോ മാറ്റപ്പെടേണ്ടതല്ല ക്രൈസ്തവ ചരിത്രത്തിന്റെ വേരുകളടങ്ങുന്ന അതിപുരാതന ദേവാലയങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗേന ന്യൂസ്.